Hi students, welcome back. Today we are going to discuss preparation of aldehydes and ketones from aldehydes, ketones and carboxylic acid. Okay, are you ready? Let us start. നമുക്ക് preparation of aldehydes and ketones. First method means by oxidation of alcohols. ആൽക്കഹോളിനെ എങ്ങനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽക്കഹോളിനെ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യിപ്പിച്ചിട്ട് അതിനകത്ത് നമുക്ക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യണം. അണ്ടർസ്റ്റുഡ്? അപ്പം നമുക്ക് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ, പ്രൈമറി ആൽക്കഹോളിനെ നമ്മൾ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൽഡിഹൈഡാണ്. പ്രൈമറി ആൽക്കഹോൾ ശ്രദ്ധിച്ച് കേട്ടോളുക. പ്രൈമറി ആൽക്കഹോളിൻ്റെ ജനറൽ ഫോർമുല എഴുതാം ഇവിടെ. RCH2OH. പ്രൈമറി ആൽക്കഹോൾ അണ്ടർഗോസ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുവാണ് CrO3യുടെ പ്രസൻസിൽ. ദെൻ വി വിൽ ഗെറ്റ് ആൽഡിഹൈഡ്. അപ്പോൾ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൽഡിഹൈഡാണ്. RCHO. ഇതാണ് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. അപ്പം ആൽക്കഹോൾ, പ്രൈമറി ആൽക്കഹോൾ എന്താണെന്ന് അറിയാമല്ലോ. OH അറ്റാച്ചിരിക്കുന്ന കാർബണോട് കൂടി ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരിക. ഓക്കെ, അപ്പം പ്രൈമറി ആൽക്കഹോൾ അണ്ടർഗോസ് ഓക്സിഡേഷൻ, ദെൻ വി വിൽ ഗെറ്റ് ആൽഡിഹൈഡ്. Then secondary alcohol that is RCH R-OH. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു R- ഗ്രൂപ്പ് കൊണ്ടുവരിക. ഇവിടുന്ന് ഒരു ഇത് പ്രൈമറി അല്ലേ, പ്രൈമറിയിൽ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് അങ്ങോട്ട് R- വരിക, ദെൻ OH. ഇതിനെ നമ്മൾ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യിപ്പിക്കുമ്പം ദെൻ വി വിൽ ഗെറ്റ് കീറ്റോൺ RC ഡബിൾ ബോണ്ട് OR'. ദിസ് ഈസ് ആൽഡിഹൈഡ്. ഇതാണ് ആൽഡിഹൈഡ്. ദിസ് ഈസ് കീറ്റോൺ. മനസ്സിലായോ? നോക്കിക്കേ. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ അണ്ടർഗോസ് ഓക്സിഡേഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് CrO3, then we will get aldehyde. In the case of secondary alcohol undergoes oxidation, then we will get ketone. ഇതാണ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. The preparation of aldehydes and ketones by the oxidation of alcohol. Understood? Okay, then we can see next one. Preparation of aldehydes and ketones by dehydrogenation of alcohol. അപ്പം ആൽക്കഹോളെ ഡീഹൈഡ്രോജിനേഷൻ ചെയ്തിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യണം. അതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ആൽക്കഹോൾ വേപ്പേഴ്സ് ആർ പാസ്ഡ് ഓവർ ഹെവി മെറ്റൽ കാറ്റലിസ്റ്റ് ലൈക്ക് സിൽവർ ഓർ കോപ്പർ. ദെൻ പ്രൈമറി ആൽക്കഹോളിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ആൽഡിഹൈഡ് ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ ഗീവ് കീറ്റോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമറി ആൽക്കഹോൾ എടുത്തു. പ്രൈമറി ആൽക്കഹോൾ അറിയാലോ, RCH2OH. ഇതിലേക്ക് നമ്മൾ ഹെവി മെറ്റൽ കാറ്റലിസ്റ്റായ സിൽവർ ഓർ കോപ്പർ അപ്പോൾ നമുക്ക് പ്രൈമറി ആൽക്കഹോളിൽ നിന്ന് നമുക്ക് മുമ്പ് എഴുതിയ സെയിം ഇക്വേഷൻ RCHO ആൽഡിഹൈഡ് കിട്ടി. അതുപോലെ തന്നെ സെക്കൻഡറി ആൽക്കഹോൾ RCH R-OH, അത് ഹെവി മെറ്റൽ കാറ്റലിസ്റ്റ് ആയ സിൽവർ ഓർ കോപ്പറിലേക്ക് പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കീറ്റോൺ RC ഡബിൾ ബോണ്ട് OR'. മനസ്സിലായോ? അപ്പം ആൽക്കഹോൾ വേപ്പേഴ്സ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ആൽക്കഹോൾ വേപ്പർ, പ്രൈമറി ആൽക്കഹോളിൻ്റെ വേപ്പർ നമ്മൾ ഹെവി മെറ്റൽ കാറ്റലിസ്റ്റായ സിൽവർ ഓർ കോപ്പറിലേക്ക് പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. അതുപോലെ സെക്കൻഡറി ആൽക്കഹോളിൻ്റെ വേപ്പർ പാസ്ഡ് ഓവർ സിൽവർ ഓർ കോപ്പർ കാറ്റലിസ്റ്റ്, ദെൻ വി വിൽ ഗെറ്റ് കീറ്റോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ ബൈ ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾ
preparation of aldehydes and ketones by dehydrogenation of alcohol. This method is suitable for volatile alcohol. ഈ മെത്തേഡ് വോളറ്റൈൽ ആൽക്കഹോളിൻ്റെ കേസിൽ, കാരണം വേപ്പേഴ്സാണ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്, അപ്പോൾ വോളറ്റൈൽ ആൽക്കഹോളിൻ്റെ കേസിലാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ ഇതിന് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുമുണ്ട്. കാരണം നമുക്ക് ആൽക്കഹോൾ വേപ്പേഴ്സാണ് ഹെവി മെറ്റൽ കാറ്റലിസ്റ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുന്നത് വോളറ്റൈൽ ആൽക്കഹോൾ ആയിരിക്കണം. അതുപോലെ ഇതിന് പ്രാക്ടിക്കലായിട്ട് ഇൻഡസ്ട്രിയലായിട്ട് വളരെയധികം ആപ്ലിക്കേഷൻസും ഉണ്ട്. അണ്ടർസ്റ്റുഡ്? അപ്പം പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ വേപ്പേഴ്സ് ആർ പാസ്ഡ് ഓവർ ഹെവി മെറ്റൽ കാറ്റലിസ്റ്റിലേക്ക് സിൽവർ ഓർ കോപ്പർ. ദെൻ വി വിൽ ഗെറ്റ് aldehyde in the case of primary alcohol and ketone in the case of secondary alcohol. Understood? Okay, then we can see next one. Next, preparation of aldehydes from acyl chloride. Acyl chloride or acid chloride? Acid chloride. അപ്പം നമുക്ക് അസൈൽ ക്ലോറൈഡ് ഓർ ആസിഡ് ക്ലോറൈഡിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അസൈൽ ക്ലോറൈഡ് ഓർ ആസിഡ് ക്ലോറൈഡ്. അപ്പോൾ ബെൻസോയിൽ ക്ലോറൈഡിൻ്റെ ഫോർമുല നമുക്ക് എഴുതാം. ബെൻസോയിൽ ക്ലോറൈഡ് സി ഡബിൾ ബോണ്ട് ഓ സി എൽ. കണ്ടോ, ഇതാണ് ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ബെൻസോയിൽ ക്ലോറൈഡ് benzoyl chloride. Benzoyl chloride is hydrogenated. Benzoyl chloride is hydrogenated over palladium on barium sulfate. Over palladium on barium sulfate, we will get benzaldehyde. We will get benzaldehyde, CHO. This is known as benzaldehyde. Understood? ഇതാണ് ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡ് നമ്മൾ ഹൈഡ്രോജനേഷൻ ചെയ്യുവാണ്. ഓവർ കാറ്റലിസ്റ്റ് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്. Then we will get benzaldehyde. This reaction is known as Rosenmund reduction. Rosenmund reduction. കണ്ടോ, ഈ റിയാക്ഷനാണ് നമ്മൾ റോസൻമണ്ട് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇവിടെ ഈ റോസൻമണ്ട് റിഡക്ഷൻ റിയാക്ഷൻ ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ഫ്രം അസൈൽ ക്ലോറൈഡ് ഓർ ആസിഡ് ക്ലോറൈഡ്. അപ്പോൾ റോസൻമണ്ട് റിഡക്ഷൻ എന്താണെന്ന് എക്സാമിന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് റോസൻമണ്ട് റിഡക്ഷൻ ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൾഡിഹൈഡ് ഫ്രം അസൈൽ ക്ലോറൈഡ് ഓർ ആസിഡ് ക്ലോറൈഡ്. ഇവിടെ നമ്മൾ അസൈൽ ക്ലോറൈഡ് ആസിഡ് ക്ലോറൈഡിന് എക്സാമ്പിൾ എടുക്കുന്ന ബെൻസോയിൽ ക്ലോറൈഡാണ്. ബെൻസോയിൽ ക്ലോറൈഡിനെ ഹൈഡ്രോജനേഷൻ അണ്ടർഗോ ചെയ്യിപ്പിച്ചു ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്. അപ്പോൾ നമുക്ക് സി ഡബിൾ ബോണ്ടോ സി എല്ലിൻ്റെ പ്ലേസിൽ നമുക്ക് CHO കിട്ടി. ദറ്റ് ഈസ് നോൺ ആസ് ബെൻസാൾഡിഹൈഡ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ വി ക്യാൻ സി നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ഫ്രം ഹൈഡ്രോകാർബൺ. അപ്പോൾ നമുക്ക് ഹൈഡ്രോകാർബണിൽ നിന്ന് എങ്ങനെയാണ് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഹൈഡ്രോകാർബണിൽ നിന്ന് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ഹൈഡ്രോകാർബണിലാണ് മീഥൈൽ ബെൻസീനാണ്. ബൈ ഓക്സിഡേഷൻ ഓഫ് മീഥൈൽ ബെൻസീൻ. ബൈ ഓക്സിഡേഷൻ ഓഫ് മീഥൈൽ ബെൻസീൻ. അപ്പം എന്താണ് മീഥൈൽ ബെൻസീൻ എന്ന് പറയുന്നത്? ടോളുവിൻ. ഓക്കെ, നമുക്ക് മീഥൈൽ ബെൻസീൻ എഴുതാം. മീഥൈൽ ബെൻസീൻ, ഇതാണ് മീഥൈൽ ബെൻസീൻ എന്ന് പറയുന്നത്.
നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ടൊളുവിനാണ്. മീഥൈൽ ബെൻസീൻ, ദാറ്റ് ഈസ് ടൊളുവിൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഈ മീഥൈൽ ബെൻസീന് നമ്മൾ ക്രോമിൽ ക്ലോറൈഡ്, ബൈ ദി യൂസ് ഓഫ് ക്രോമിൽ ക്ലോറൈഡ് ഓക്സിഡൈസസ് മീഥൈൽ ഗ്രൂപ്പ് ടു ക്രോമിയം കോംപ്ലക്സ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്രോമിൽ ക്ലോറൈഡ് യൂസ് ചെയ്യാൻ പോയി. എന്താണ് ക്രോമിൽ ക്ലോറൈഡ്? CrO2 Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈസൾഫൈഡ്. ഇതാണ് ക്രോമിൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ക്രോമിൽ ക്ലോറൈഡ്, ക്രോമിൽ ക്ലോറൈഡ് കണ്ടോ? ക്രോമിൽ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് CS2. ഈ ക്രോമിൽ ക്ലോറൈഡ് എന്ത് ചെയ്യും? ദാറ്റ് ഓക്സിഡൈസസ് മീഥൈൽ ഗ്രൂപ്പ് ടു ക്രോമിയം കോംപ്ലക്സ്. ഈ മീഥൈൽ ഗ്രൂപ്പിന് ഓക്സിഡേഷൻ സംഭവിച്ച് ക്രോമിയം കോംപ്ലക്സ് ആയിട്ട് മാറും. എങ്ങനെയാണ് ക്രോമിയം കോംപ്ലക്സ് എഴുതുന്നത് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ആദ്യമേ തന്നെ ബെൻസീൻ റിങ് ഡ്രോ ചെയ്യുന്നു. ബെൻസീൻ റിങ്. ഈ CH3യിൽ നിന്ന് നമ്മളിവിടെ CH മാത്രം എഴുതുന്നു. ഇവിടുന്ന് 2 ഹൈഡ്രജനെ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഇവിടെ CrO2 അല്ലേ, CrO2ന് പകരം നമ്മൾ OCrO, കറക്റ്റ് അല്ലേ? CrO2 അല്ലേ? ഓക്കെ, ദെൻ H, നമ്മളെടുത്ത H2ൽ H, ദെൻ Cl2 ട്വൈസ്. അപ്പം നമുക്കിവിടെ 2 CrO2 Cl2 വേണം, കറക്റ്റ് അല്ലേ? നോക്കിക്കേ, ഇവിടുന്ന് 2 ഹൈഡ്രജൻ എടുത്തു. ഇവിടെ നമ്മൾ ആ ഹൈഡ്രജൻ ഒരെണ്ണം എഴുതി. ഇവിടുന്ന് CrO2നെ നമ്മൾ OCrO എന്ന് എഴുതി. Cl2 അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് ട്വൈസ് ഇട്ടു. ദിസ് ഈസ് നോൺ ആസ് ക്രോമിയം കോംപ്ലക്സ്. ഇതിനാണ് നമ്മൾ ക്രോമിയം കോംപ്ലക്സ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? നോക്കിക്കേ, എങ്ങനെ എഴുതണേ എന്നൂടെ പറയാം. ഇവിടുന്ന് 2 ഹൈഡ്രജൻ എടുക്കുക. എന്നിട്ട് ആ 2 ഹൈഡ്രജൻ, ഈ CrO2നെ നമ്മൾ OCrO എന്ന് എഴുതി. എന്നിട്ട് അതിന് നടുക്ക് ഹൈഡ്രജൻ ഇട്ടു. ദെൻ Cl2 എഴുതി. ദെൻ ടോയ്സ് ഇട്ട്. ഇതാണ് ക്രോമിയം കോംപ്ലക്സ്. ദെൻ ഇറ്റ് അണ്ടർഗോസ് ഹൈഡ്രോളിസിസ്. ദിസ് ക്രോമിയം കോംപ്ലക്സ് അണ്ടർഗോസ് ഹൈഡ്രോളിസിസ്. ദെൻ വി വിൽ ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. ഇതാണ് നമ്മുടെ ബെൻസാൾഡിഹൈഡ്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ബെൻസാൾഡിഹൈഡ്. അപ്പം നമ്മുടെ ബെൻസാൾഡിഹൈഡ് പ്രിപ്പറേഷനാണ് ഫ്രം ഹൈഡ്രോകാർബൺ. ഫ്രം ഹൈഡ്രോകാർബൺ ഹിയർ മീൻസ് ദാറ്റ് ഈസ് മീഥൈൽ ബെൻസീൻ. മീഥൈൽ ബെൻസീൻ മീൻസ് ടൊളുവിൻ. അപ്പം ടൊളുവിനെ നമ്മൾ ക്രോമിൽ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് CS2മായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്രോമിയം കോംപ്ലക്സ് കിട്ടും. ദിസ് ക്രോമിയം കോംപ്ലക്സ് അണ്ടർഗോസ് ഹൈഡ്രോളിസിസ്. ദെൻ വി വിൽ ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് എറ്റാർഡ് റിയാക്ഷൻ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ് കേട്ടോ, എറ്റാർഡ് റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് എറ്റാർഡ് റിയാക്ഷൻ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ് എറ്റാർഡ് റിയാക്ഷൻ. എറ്റാർഡ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൾഡിഹൈഡ് ഫ്രം ഹൈഡ്രോകാർബൺ. ഹിയർ ഹൈഡ്രോകാർബൺ മീൻസ് ദാറ്റ് ഈസ് മീഥൈൽ ബെൻസീൻ. മീഥൈൽ ബെൻസീന് നമ്മൾ ക്രോമിൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്രോമിൽ ക്ലോറൈഡ് എന്ത് ചെയ്യും? ഓക്സിഡൈസസ് CH3 ഗ്രൂപ്പ് ടു ക്രോമിയം കോംപ്ലക്സ്. ദെൻ വിച്ച് അണ്ടർഗോസ് ഹൈഡ്രോളിസിസ്. ദെൻ വി വിൽ ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. കറക്റ്റായിട്ട് ഇക്വേഷൻ എഴുതി കൊടുക്കണം കേട്ടോ. ഇത് ടൊളുവിനാണ്. ക്രോമിൽ ക്ലോറൈഡ് CrO2 Cl2 ആണ്. CS2ൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്രോമിയം കോംപ്ലക്സ് കിട്ടും. ആ ക്രോമിയം കോംപ്ലക്സ് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യും. ദെൻ വി വിൽ ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. അണ്ടർസ്റ്റുഡ്? ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് എറ്റാർഡ് റിയാക്ഷൻ. ദിസ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ഫ്രം ഹൈഡ്രോകാർബൺ. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദെൻ വി ക്യാൻ സി നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് ടോപ്പിക്, that is also preparation of aldehyde from hydrocarbon by Gattermann-Koch reaction. എന്താണ് Gattermann-Koch reaction? അതും ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ്. ബെൻസീൻ ഓർ ഇറ്റ്സ് ഡെറിവേറ്റീവ്. when react benzene or its derivative, benzene
or its derivative is treated with carbon monoxide and HCl in the presence of anhydrous benzene or carbon monoxide and HCl in the presence of anhydrous aluminium chloride AlCl3 or cuprous chloride. Anhydrous aluminium chloride or cuprous chloride CuCl. Then we will get benzaldehyde. This is benzaldehyde. This reaction is known as Gattermann-Koch reaction. Benzaldehyde or substituted benzaldehyde. കാരണം നമ്മളിവിടെ ബെൻസീൻ ഓർ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ആണ് എടുക്കുന്നത്. ബെൻസീൻ ഓർ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് react with the carbon monoxide and HCl in the presence of anhydrous aluminum chloride or cuprous chloride, then we will get benzaldehyde or its substituted benzaldehyde or substituted benzaldehyde. This reaction is known as Gattermann-Koch reaction. But Gattermann-Koch reaction means that is the preparation of aldehyde from hydrocarbon. Here hydrocarbon means that is benzene. Benzene react with the benzene is treated with the carbon monoxide and HCl in the presence of anhydrous aluminum chloride or cuprous chloride, then we will get benzaldehyde. Okay, this reaction is known as Gattermann-Koch reaction. നന്നായിട്ട് പഠിക്കണം. Okay guys, study up to here. The remaining topic we will discuss in the next class. Until then, bye bye.